ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കുറച്ച് സാരീസാണ് കാണുന്നത്. ഡിസ്പ്ലേ സാരീസാണ്, സിൽക്കി കോട്ട സാരീസാണ് കാണുന്നത്. കോട്ട സാരീസാണ് കാണുന്നതല്ല. ആദ്യത്തെ രണ്ട് സാരി വളരെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ടുള്ള സാരീസാണ്. പിന്നത്തെ ഒരു സാരി, ബാക്കിത്തെ രണ്ട് സാരി വിത്ത് ബ്ലൗസ് പീസുമാണ്. രണ്ടെണ്ണം വിത്തൗട്ട് ബ്ലൗസ് പീസും രണ്ടെണ്ണം വിത്ത് ബ്ലൗസ് പീസുമാണ്. അത് കളർ കോമ്പിനേഷൻസ് എല്ലാം വളരെ എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് സാരി ഞാൻ പറഞ്ഞല്ലോ വളരെ പാസ്റ്റൽ ഷെയ്ഡാണ്. കളർ കോമ്പിനേഷൻ അതുപോലെ തന്നെ വളരെ ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ചേരുന്ന ഒരു കളറുമാണ്, കളർ കോമ്പിനേഷനുമാണ്. പ്രായമായവർക്ക് ഒത്തിരി കളർ ആവും എന്നുള്ളൊരു പേടിക്കേണ്ടാത്ത ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ സാരിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇൻ കേസ് ഈ സെയിം ഡിസൈൻ വേറെ ഏതെങ്കിലും പാറ്റേണിൽ അല്ലെങ്കിൽ റീക്രിയേഷൻസ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് ഓരോ സാരീസും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാരി ഒരു വളരെ ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. പിങ്കിഷ് പീച്ച് എന്ന് പറയാം. പിങ്കിൻ്റെ ഒരു ഇതുമുണ്ട്, അതുപോലെ തന്നെ പീച്ചിൻ്റെ ഒരു ഷെയ്ഡും കൂടെ വന്ന ഒരു സിൽക്കി കോട്ട സാരിയിൽ ലാവൻഡർ ഡബിൾ ഷെയ്ഡ് ത്രെഡ്, മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലേസി ഡേസി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. നടുക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിട്ടുള്ള ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു പോർഷനിൽ, റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും ഉണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റ് ഇതുപോലത്തെ 3 എണ്ണമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 3 ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ, പിന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഇതുപോലെ ഡിസൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ 6 ഡിസൈനാണ് ഈ സാരിയിലുള്ളത്. 6 ഡിസൈൻ ഈ സാരിയിലുണ്ട്. ഒരെണ്ണം കാലിൻ്റെ അവിടെ, ഒരെണ്ണം മുന്താണിയിൽ, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, പിന്നെ ചെസ്റ്റിൽ, ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം, അങ്ങനെയാണ് വരുന്നത്. ഈ സാരി റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1699 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ സാരിയാണ്, കോട്ട സാരിയാണ്. ഇത് നമ്മൾ പിസ്ത ഐസ്ക്രീമിൻ്റെ ആ സെയിം കളറാണ് ഈ സാരിയുടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ സാരിയാണ്. ഏത് കളർ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഒരു കളറാണ് ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് നമ്മൾ ബേബി പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ്, പിങ്കും ബേബി പിങ്കും വരുന്ന ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലീഫ് ഗ്രീൻ ഷെയ്ഡുമാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ അതിൻ്റെ ഒരു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഫുൾ പോർഷനിലാണ് കുറച്ച് പോർഷൻ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുവരെ ഒരു വലുത്, പിന്നെ ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്, അങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈനും ഉണ്ട്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1749 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിനകത്ത് പിങ്ക് ഷെയ്ഡ്, ഈ ഒരു പിങ്ക് ഷെയ്ഡ് കോട്ടൻ്റെ 2x2 ബ്ലൗസോ അതല്ലെങ്കിൽ സിൽക്കി കോട്ടയുടെ ബ്ലൗസ് ഇട്ടാലോ നല്ല ഭംഗിയായിരിക്കും. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടാലായിരിക്കും ഈ സാരിക്ക് കുറച്ചുകൂടെ ഒരു എടുപ്പ് കിട്ടുക. ഇതൊരു റോയൽ ബ്ലൂ സിൽക്കി കോട്ട സാരിയിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് റെഡ് ഫ്ലവേഴ്സും നടുക്ക് വൈറ്റ് ഫ്രഞ്ച് നോട്ടും ലീവ്സ്, 2 കളറിലുള്ള ലീവ്സുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ഫ്ലവർ, വലിയ ഡിസൈൻ കഴിഞ്ഞ് ഒരു സിംഗിൾ ഫ്ലവറും ബഡുമായിട്ട്, പിന്നെ ഒരു റണ്ണിങ് പോർഷനിൽ തയ്ച്ചൊരു പാറ്റേൺ, പിന്നെ എഗെയിൻ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയ പാറ്റേൺ, അങ്ങനെയാണ് ഇതിൻ്റെ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ വലിയ പാറ്റേൺ പറയുവാണെങ്കിൽ 2 എണ്ണം ഫ്രണ്ടിൽ, ഒരെണ്ണം മുന്താണിയിൽ, ഒരെണ്ണം കാലിൻ്റെ അവിടെ, അങ്ങനെ 4 വലിയ പാറ്റേണും സിംഗിൾ ഫ്ലവർ പാറ്റേൺ 2 എണ്ണം, പിന്നെ ഈ മീഡിയം സൈസ് ഒരു 2 ഫ്ലവറും ബഡ്സുമായിട്ടുള്ള പാറ്റേൺ 2 എണ്ണം ഇവിടെയുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിലും ഉണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസ് സെയിം സിൽക്കി കോട്ടയുടെ തന്നെ
അടുത്ത സാരി വന്നിട്ട് ബേജ് സിൽക്കി കോട്ട സാരിയിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള സാരിയാണ്. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണിയിൽ വരുന്ന പാറ്റേൺ. മറുവശത്ത് ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഉണ്ട്. റണ്ണിങ് പോർഷനിലും ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഉണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 പാറ്റേൺസ് ആണ് വരുന്നത്. ഇതുപോലെ 3 പാറ്റേൺസ് ആണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനാണ്. നല്ല തെറിച്ച് നിൽക്കുന്ന ഒരു സാരിയാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ 4 ഡിസൈൻ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 4 എണ്ണം തയ്ച്ചിട്ടുണ്ട്. പർട്ടിക്കുലർ ഇൻ്റർവൽ ഗ്യാപ്പിൽ നമ്മൾ 4 എണ്ണം തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിനും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. റെഡ് കളർ ബ്ലൗസ് പീസ് ഇതിനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ വർക്കില്ല, പ്ലെയിൻ ബ്ലൗസ് പീസാണ്. ഇതും സിൽക്കി കോട്ടയുടെ ബ്ലൗസ് പീസാണ് റെഡ് കളർ. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസം ഡിസ്പ്ലേ സാരീസ് ആയിരുന്നു കണ്ടിരുന്നത്. ഇനി നാളെയുള്ളത് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചാണ് പഠിക്കണ്ടേ എന്നുള്ള ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പേഴ്സണലി വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം അത് ഏത് സ്റ്റിച്ചാണ് താല്പര്യമെന്ന് വെച്ചാൽ അറിയിച്ചാൽ അത് അനുസരിച്ച് നമ്മൾ എല്ലാ സാറ്റർഡേയ്സും ട്യൂട്ടോറിയലിൽ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.